ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തേത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, ഡെത്ത് ഓഫ് എ യൂണിക്കോൺ. ഒരു അമേരിക്കൻ ഡാർക്ക് ഫാൻറ്റസി കോമഡി ഹൊറർ ചിത്രമാണ് ഡെത്ത് ഓഫ് എ യൂണിക്കോൺ. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ 28 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് മാർവൽ സോംബീസ്. ഇതൊരു അമേരിക്കൻ അഡൾട്ട് ആനിമേറ്റഡ് സീരീസാണ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ സെപ്റ്റംബർ 24 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് ഹോട്ടൽ കോസ്റ്റിയേര. ഇതൊരു ഇറ്റാലിയൻ ആക്ഷൻ ഡ്രാമ സീരീസാണ്. ആമസോൺ പ്രൈമിലൂടെ സെപ്റ്റംബർ 24 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് സർക്കിട്ട്. ആസിഫ് അലി, ദിവ്യപ്രഭ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി തമർ KV രചനയും സംവിധാനവും നിർവഹിച്ച ഒരു മ്യൂസിക്കൽ കോമഡി ചിത്രമാണ് സർക്കിട്ട്. മനോരമ മാക്സ് വഴി ഈ മാസം 26 റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം സീരീസ് ആണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസ് ആണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഉടനെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിന്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തും. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയും ചെയ്തു. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം റിലീസ് ഉണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അടുത്തതൊരു മലയാളം മൂവിയാണ് ഹൃദയപൂർവ്വം. മോഹൻലാൽ, മാളവിക മോഹനൻ, സംഗീത് പ്രതാപ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സോനു TPയുടെ തിരക്കഥയിൽ സത്യനന്ദിക്കാൾ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ് ഹൃദയപൂർവ്വം. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ 26 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഒരു റൊണാൾഡോ ചിത്രം. അശ്വിൻ ജോസ്, ഇന്ദ്രൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റിനോയ് കല്ലൂർ രചനയും സംവിധാനം നിർവഹിച്ചൊരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ് ഒരു റൊണാൾഡോ ചിത്രം. ആമസോൺ പ്രൈം വീഡിയോ വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് സുമതി വളവ്. അർജുന അശോകൻ, ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, മാളവിക മനോജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത കോമഡി ഹൊറർ മൂവിയാണ് സുമതി വളവ്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 26 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഓടുമുദ്ര ചാടുമുദ്ര. ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അൽതാഫ് സലീം രചനയും സംവിധാനം നിർവഹിച്ച ഒരു കോമഡി ചിത്രമാണ് ഓടുകുതിര ചാടുകുതിര. തിയേറ്ററിൽ നിന്നും ഒരു തണുത്ത റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 26 ഇത് OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് തങ്കമണി എന്ന മലയാളം മൂവിയാണ്. 1986 ഒക്ടോബറിൽ തങ്കമണിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ദിലീപ്, മനോജ് കെജയൻ, മേജർ രവി, നീത പിള്ള എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രതീഷ് രഘുനന്ദൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് തങ്കമണി. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തങ്കമണിയുടെ റിലീസിൻ്റെ ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതൊരു മലയാളം മൂവിയാണ് പൊയ്യാമൊഴി. ജാഫർ ഇടുക്കി, നവാഗതനായ നദാനിയൽ, മീനാക്ഷി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സുധി അന്ന സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് പൊയ്യാമൊഴി. ഒരു നിഗൂഢ വനത്തിനുള്ളിൽ ഒരു വേട്ടക്കാരനും അവൻ്റെ ഇരയും ഒരുമിച്ച് നടത്തുന്ന ത്രില്ലിംഗ് യാത്രയാണ് കഥയുടെ ഇതിവൃത്തം. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് തേറ്റ. അമീർ നിയാസ്, M പത്മകുമാർ, ശരത് വിക്രം, അജീഷ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റനീഷ് യൂസഫ് നിർമ്മാണവും രചനയും സംവിധാനവും നിർവഹിച്ച ഒരു അഡ്വഞ്ചർ ത്രില്ലർ മൂവിയാണ് തേറ്റ. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി സീരീസാണ് ജനാവർ. ഭുവൻ അറോറയാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. C5ലൂടെ സെപ്റ്റംബർ 26 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ധഡക് 2. സിദ്ധാന്ത് ചതുർവേദി, തൃപ്തി ദിമ്രി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാസിയ ഇക്ബാൽ രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ത്രില്ലർ മൂവിയാണ് ധഡക് 2. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 26 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് വാർ 2. ഹൃതിക് റോഷൻ, NTR ജൂനിയർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി യാഷ് ഫിലിം നിർമ്മിച്ച് അയൺ മുഖർജി സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് വാർ 2. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 9 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഹോണ്ടഡ് ഹോട്ടൽ. മാറ്റ് റോൾ സംവിധാനം ചെയ്തൊരു അമേരിക്കൻ അഡൾട്ട് ആനിമേറ്റഡ് ഹൊറർ കോമഡി സീരീസാണ് ഹോണ്ടഡ് ഹോട്ടൽ. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് മൂവിയാണ് മദ്രാസി. ശിവകാർത്തികേയനെ കേന്ദ്ര കഥാപാത്രമാക്കി AR മുരുകദാസ് രചനയും സംവിധാനം നിർവഹിച്ച ഒരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മദ്രാസി. ഒക്ടോബർ 1 വീക്കിൽ ആമസോൺ പ്രൈമിലൂടെ OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.